ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 9-ാം വാക്യം. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി. മോറിയാമലയുടെ മുകളിൽ എത്തിച്ചേർന്നു. ഇസ്ഹാക്കിൻ്റെ ചുമലിൽ നിന്ന് ആ വിറകുകെട്ട് അബ്രഹാം എടുത്തു. അബ്രഹാം വിറകുകെട്ട് താഴെ വെച്ചു. അപ്പനായ ആ സ്നേഹനിധിയായ അബ്രഹാം മകൻ്റെ നേരെ ഒന്നുകൂടി നോക്കി. മോൻ ഈ മലയുടെ മുകൾ പരപ്പിൽ അവൻ അവിടെയുള്ള നല്ല കാഴ്ചകൾ കണ്ട് അവൻ നടക്കുകയാണ്. അതോ അവൻ എവിടെയെങ്കിലും വലിയൊരു ശുശ്രൂഷ നടക്കാൻ പോകുന്നു, ഹോമയാഗം നടക്കാൻ പോകുന്നു, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണോ? നമുക്കറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചെല്ലാം ഇവിടെ ഒന്നും വിവരിച്ചിട്ടില്ല. തെറ്റില്ലാത്ത ഭാവനകളാകാം, തെറ്റില്ലാത്ത ചിന്തകൾ നമുക്ക് നെയ്തെടുക്കാം നമ്മുടെ ഭാവനയിൽ. മോനിങ്ങനെ ഓടി നടക്കുകയാണ്. പൂക്കളെ, അവിടെ പറന്നു നടക്കുന്ന പൂമ്പാറ്റകളെ എല്ലാം കണ്ടുകൊണ്ട് ആ ഓമന പൈതലിങ്ങനെ നടക്കുകയാണ്. അബ്രഹാം ആ സമയം കൊണ്ട് അബ്രഹാം വിറക് അടുക്കുകയാണ്. യാഗപീഠം പണിത് വിറകടുക്കുകയാണ്. വിറകടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കണ്ണുനീര് ആ വിറകിൻ മീതെ വന്ന് വീഴുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല. അബ്രഹാമിൻ്റെ കണ്ണിൽ നിന്ന് നല്ല ചുടുകണ്ണീര് ഇങ്ങനെ ആ വിറകേട്ടിന്മേൽ, ആ വിറക് കഷ്ണത്തിന്മേൽ ഓരോന്നോരോന്നായി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടോ? അബ്രഹാം ഇടയ്ക്ക് നിറകണ്ണുകളോടെ മോനെ ഒന്ന് നോക്കുന്നുണ്ടോ? ഒന്നും നമുക്കറിഞ്ഞുകൂടാ. മോൻ ഒന്നും ശ്രദ്ധിക്കാതെ അവൻ യാഗപീഠം പണിത് കഴിയുമ്പോൾ ആട്ടിൻകുട്ടിയെ യഹോവ കരുതിക്കൊള്ളുന്നല്ലേ പറഞ്ഞത്? ആട്ടിൻകുട്ടിയെ ദൈവം കരുതും. അതെൻ്റെ ചിന്താവിഷയമല്ല. എൻ്റെ അപ്പന് ഉറപ്പുണ്ട്, മതി, അവൻ ധൈര്യമാണ്. അവൻ അങ്ങനെ ഓടി നടക്കുകയാണ്. എല്ലാം തയ്യാറാക്കി, എല്ലാം അടുക്കി, വിറകെല്ലാം അടുക്കി തയ്യാറായി കഴിഞ്ഞപ്പോൾ അബ്രഹാം മോനെ വിളിച്ചു. വിനയത്തോടെ മോൻ വന്നു, വളരെ എളിമയോടെ മോൻ വന്നു. മോൻ വന്നപ്പോൾ അബ്രഹാം അവനെ വാരി അടുപ്പിച്ചു, അവനെ ചേർത്തടുപ്പിച്ചു. അബ്രഹാം അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൻ്റെ നെറുകയിൽ ആ നല്ല പിതാവ് തെരുതെരെ ചുംബിച്ചു. അബ്രഹാം മോൻ്റെ കവിളത്ത് ഉമ്മ വെച്ചുകൊണ്ട് അവൻ്റെ കാതിൽ തൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പയ്യെ പറഞ്ഞു, മോനെ, ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്, ഉടയവരാൻ കൽപ്പിച്ചിരിക്കുന്നത് നിന്നെ യാഗം അർപ്പിക്കാനാണ്. പെട്ടെന്ന് മോനൊന്ന് ഞെട്ടി. അവനൊന്ന് നോക്കി, അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എൻ്റെ അപ്പൻ തന്നെയാണോ ഈ പറഞ്ഞത്? എന്താണ് അപ്പൻ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകാത്തതുപോലെ മോനൊന്ന് ഒരമ്പരപ്പിൽ നോക്കി. അതേ മോനെ, നിന്നെ യാഗം അർപ്പിക്കാനാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. നിന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്നത്. അബ്രഹാമിൻ്റെ തൊണ്ടയിടറിയോ? എനിക്ക് അറിഞ്ഞുകൂടാ. അബ്രഹാമിൻ്റെ മനസ്സ് പിന്നെയും പതറിയോ? എനിക്ക് നിശ്ചയമില്ല. ഞാൻ മാനുഷികമായ രീതിയിൽ അങ്ങനെയെല്ലാം ഒക്കെ ചിന്തിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? അബ്രഹാം ഈ മോൻ്റെ കൈകൾ ചേർത്ത് കെട്ടി, കാലുകൾ ചേർത്ത് കെട്ടി. മകൻ വിനയപൂർവ്വം നിന്നു കൊടുത്തു, വളരെ എളിമയോടെ നിന്നു കൊടുത്തു. അവൻ അല്പം പോലും പതറുന്നില്ല. അപ്പൻ പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തൊരു വിനയവും എന്തൊരു അനുസരണവുമുള്ള ബാല്യക്കാരൻ. അവൻ കൈ നീട്ടിക്കൊടുത്തു. അപ്പൻ കൈ കെട്ടി, കാല് കെട്ടി, കുഞ്ഞിനെ എടുത്ത് ആ വിറകിൻ മീതെ കിടത്തി. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി, തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തി എടുത്തു. കത്തി ആ സൂര്യപ്രകാശത്തിൽ കത്തി ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. സൂര്യപ്രകാശത്തിൽ ആ കത്തി എങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അബ്രഹാമിൻ്റെ കയ്യിൽ കത്തി ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ്. അബ്രഹാം കണ്ണങ്ങ് ഇറുകെ പൂട്ടി എന്ന് ഞാനൊന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. കണ്ണങ്ങ് ഇറുകെ പൂട്ടി, എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചു. ഇസ്ഹാക്കും കണ്ണ് തീർത്തും അടച്ച് കിടക്കുകയാണ്. കത്തി വന്ന് വീഴും, രണ്ട് കഷ്ണമാകും, താഴെ തീ കത്തും, ദഹിപ്പിക്കും. എല്ലാം അറിയാം, അപ്പനും അറിയാം, മോനും അറിയാം. എൻ്റെ സഹോദരങ്ങളെ, ഇസ്ഹാക്ക് കണ്ണ്
ഇറുക പൂട്ടി അവനും കിടക്കുകയാണ്. അബ്രഹാം ഒരു നിമിഷം കണ്ണിറുക പൂട്ടി കത്തി ഓങ്ങി നിൽക്കുന്നു. ആ കത്തി ഇതാ താഴാൻ തുടങ്ങുന്നു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടുന്നത്. അതിങ്ങനെയാണ്: ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ അധ്യായം തുടങ്ങുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചത് ഒരു പ്രാവശ്യമാണ്, അബ്രഹാമേ എന്ന് വിളിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവം വിളിക്കുന്നത് 2 പ്രാവശ്യമാണ്. തിടുക്കത്തിലൊരു വിളിയാണ്, വളരെ തിടുക്കത്തിലാണ് വിളിക്കുന്നത്. അബ്രഹാമേ അബ്രഹാമേ. എന്തോ ഒരു ഉദ്വേഗപൂർവമായ വിളിയാണത്, എന്തോ ഒരു ആകാംക്ഷഭരിതമായ വിളിയാണ്. അബ്രഹാമേ അബ്രഹാമേ ദൈവം വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നത് അങ്ങനെയാണ്: അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ദൈവം ബന്ധപ്പെട്ട് വിളിക്കുകയാണ്. അവസാന നിമിഷം, സെക്കൻഡുകൾക്കുള്ളിൽ ഈ കത്തി കഴുത്തിൽ അമരും, സംശയമില്ല. 2 തുണ്ടമായി മാറും, സംശയമില്ല. പക്ഷേ ദൈവം പറഞ്ഞു, തക്ക സമയത്ത്, ഒട്ടും വൈകാതെ, അവസാന നിമിഷം കർത്താവ് പറഞ്ഞു. വിശ്വാസം കണ്ടപ്പോൾ, അനുസരണം കണ്ടപ്പോൾ, സമർപ്പണം കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു: അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവ പൈതലേ, ഇന്ന് നിന്നോട് വളരെ ഗൗരവമേറിയൊരു കാര്യം പറയാനുണ്ട്. സ്വർഗത്തിലെ ദൈവം വൈകുകയില്ല, സ്വർഗത്തിലെ ദൈവം താമസിക്കുകയില്ല. സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വൈകുകയില്ല, നിന്നോട് സംസാരിപ്പാൻ താമസിക്കുകയില്ല. തക്ക സമയത്ത് ദൈവം നിന്നോട് ഇടപെടും, നീ സംശയിക്കേണ്ട. തക്ക സമയത്ത് ദൈവം നിന്നെ വിളിച്ചുണർത്തും. മോനെ, നീ പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ കാര്യം അന്വേഷിച്ചു കൊള്ളാം, ഞാൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളാം. നിൻ്റെ ഏറ്റവും നല്ലത് ഞാൻ സൂക്ഷിച്ചു കൊള്ളാം, നിനക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഞാൻ കരുതിക്കൊള്ളാം. നീ ഭയപ്പെടേണ്ട എന്നാണ് ആ വാക്കുകളുടെ പൊരുൾ. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യുകയും അരുത് എന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ചരിത്രത്തിലെ ഈ അത്യത്ഭുതകരമായ രംഗം വരച്ചു വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എഴുതിയതായ ഈ തിരുവചനത്തിൻ്റെ ശക്തിയുറ്റ തൂലികയുടെ അത്ഭുതകരമായ മാസ്മര ശക്തി ഇന്ന് തലമുറകളെ സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ തീയ്, അന്ന് യാഗപീഠത്തിൽ ഇറങ്ങാൻ തയ്യാറായ തീയ്, ഇന്ന് നിങ്ങളുടെ മേൽ ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എല്ലാം കൊടുക്കാൻ മനസ്സുണ്ടോ? യാഗമർപ്പിക്കാൻ മനസ്സുണ്ടോ? വിലപ്പെട്ടത് കൊടുക്കാൻ മനസ്സുണ്ടോ? ഏറ്റവും വിലയേറിയത് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രിയരെ, നഷ്ടമല്ലെന്ന് പറയാം. നീ കൊടുത്താൽ കുഞ്ഞേ നഷ്ടമല്ല, മോളെ നീ കൊടുത്താൽ നിനക്ക് നഷ്ടമല്ല, മോനെ നീ സമർപ്പിച്ചാൽ നഷ്ടമല്ല. അത് 1000 തലമുറകളിലേക്ക് അത് അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ വിളനിലമായി മാറാൻ പോവുകയാണ്. അതിശയങ്ങൾ വിരചിക്കുവാൻ പോവുകയാണ്, അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്, തലമുറകൾ പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ്, തലമുറകളിലും യുഗങ്ങളിലും അത് മാറ്റിക്കൊള്ളാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഒരു സമർപ്പണം, യാഗമർപ്പിക്കാനുള്ള മനസ്സ്, യാഗം കഴിക്കാനുള്ള താല്പര്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രിയരെ, നിങ്ങൾക്കതിന് താല്പര്യം തോന്നിയിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ ഇന്ന് സമാധാനമായി ജീവിക്കാൻ കാരണം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ കൊടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. ഞാൻ കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ കുറേ കൂടെ ശരി അവൻ എടുത്തു എന്ന് പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാനില്ലേ? ഞാൻ അങ്ങോട്ട് കൊടുത്തു എന്നല്ല, അവനങ്ങ് കയറി എടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അവന് വേണ്ടി തുറന്നു കൊടുത്തു എന്നല്ല, അവൻ ബലം പ്രയോഗിച്ച് അകത്ത് കയറി എന്ന്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടൊന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ വേദശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത് ശരിയായിരിക്കും
വ്യതിചലിക്കുകയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ഇത് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല കർത്താവ് എൻ്റെ അകത്തേക്ക് വന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവസന്നിധിയിൽ ജാഗരിച്ചിട്ടല്ല യേശു എൻ്റെ ഉള്ളത്തിലേക്ക് വന്നത്. ഞാൻ എൻ്റെ കർത്താവേ നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം ഞാനൊരു പരീശനായിരുന്നു, ഞാനൊരു നീതിമാനായിരുന്നു. എൻ്റെ നോട്ടത്തിൽ, ദൈവത്തിൻ്റെ നോട്ടത്തിലല്ല, എൻ്റെ നോട്ടത്തിൽ ഞാനൊരു നീതിമാനായിരുന്നു. പ്രകടമായ പാപത്തിനൊന്നും പോയിട്ടില്ല, വേണ്ടാതനമായ കൂട്ടുകെട്ടിലൊന്നും പോയിട്ടില്ല, അശുദ്ധ ശീലങ്ങളൊന്നും അഭ്യസിച്ചില്ല, ഒരു ശീലങ്ങളിലും വേണ്ടാതനങ്ങളിലും ദുശ്ശീലങ്ങളിൽ കുടുങ്ങിയില്ല, ദുസ്വഭാവങ്ങൾക്ക് അടിമയായില്ല. പ്രിയപ്പെട്ടവരെ, ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഭാഗ്യവശാൽ അരുതാത്ത ഒരു കാര്യത്തിനും പോകാതെ, ഒരു പ്രവൃത്തിയിലെ തിന്മയിലേക്ക് നീങ്ങാതെ, ഒരു അശുദ്ധമായ കൂട്ടുകെട്ടിലേക്ക് പോകാതെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരുമകരം എന്നെ നടത്തി. പള്ളിയിൽ പോകും കൃത്യമായിട്ട്, 2 നേരം നമസ്കാരമുണ്ട് കൃത്യമായിട്ട്, പ്രാർത്ഥനകൾ മുടങ്ങുന്നില്ല കൃത്യമായിട്ട്, നോമ്പുകൾ അനുഷ്ഠാനങ്ങളെല്ലാം ഉണ്ട് വളരെ കൃത്യമായിട്ട്, എല്ലാം ചിട്ടയായി ചെയ്തു പോന്നു. അതുകൊണ്ട് ഞാനൊരു ആവശ്യക്കാരനായിരുന്നില്ല. പക്ഷേ ആ സമയത്താണ് സ്വർഗത്തിലെ ദൈവം ഈ നിസ്സാരനായ മഹാഭാവിയായ എന്നെ തേടി വന്ന് എൻ്റെ ചങ്കിലേക്ക് ഇടിച്ചു കയറിയത് എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ അധികാരം പ്രയോഗിച്ച് കടന്നു വരികയാണ് ചെയ്തത്. കാരണം സാധാരണഗതിയിൽ അനുതാപം വരുന്നൊരു മനുഷ്യനായിരുന്നില്ല. സാധാരണഗതിയിൽ ഞാൻ ഒരു നീതിമാനെന്ന് ഭാവിച്ചു തരുന്നത് കൊണ്ട് എനിക്ക് അനുതാപത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു നീതിമാനെ പോലെ ജീവിച്ച ഒരു പരീശനായിരുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ കേട്ട വചനം എന്നെ വല്ലാതെ ഇളക്കി മറിച്ചു. അതെന്താണെന്നോ, പുറമേ കുഴപ്പമില്ല എന്ന്, പുറമേ കുഴപ്പമില്ല, അകത്ത് ചീഞ്ഞിരിക്കുന്നു എന്ന്. ലാസറിൻ്റെ കാര്യമാണ്. ലാസർ മരിച്ച് 4 ദിവസമായി കല്ലറയിൽ കിടക്കുകയാണ്. പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, ലാസർ മരിച്ച് കിടക്കുന്ന കല്ലറയ്ക്കുള്ളിൽ ദുർഗന്ധം, എന്നാൽ പുറമെയോ യാതൊരു കുഴപ്പവുമില്ല. നല്ല മനോഹരമായ വെള്ള തേച്ച ശവക്കല്ലറ, അകത്ത് മുഴുവൻ അഴുക്ക് നിറഞ്ഞിരിക്കുന്നു, ദുർഗന്ധം നിറഞ്ഞിരിക്കുന്നു. തുറന്നാൽ മൂക്ക് പൊത്തിക്കൊണ്ടേ നിൽക്കാൻ പറ്റൂ, അല്ല നമുക്കവിടെ നിൽക്കാൻ ഒക്കുകയില്ല എന്നാണ് മാർത്ത പറഞ്ഞത്. കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്നാണ് മാർത്ത പറഞ്ഞത്. അദ്ദേഹം ഇതെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈ ദേവാലയത്തിലിരിക്കുന്ന അനേകം പേര് ഇതുപോലെ പ്രകടമായ പാവം പുറമേ ഇല്ല, പക്ഷേ അകം ചീഞ്ഞിരിക്കുന്നവരുണ്ട്. അകത്ത് വൈരാഗ്യമുണ്ട്, അകത്ത് പകയുണ്ട്, അകത്ത് ദുഷിച്ച മോഹങ്ങളുണ്ട്, അകത്ത് പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ വികാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അകത്ത് ജീവിതത്തിൽ ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത രീതിയിലുള്ളതായ മുൻവിധികളും ചിലരെക്കുറിച്ചുള്ളതായ അകൽച്ചകളും ചില കാര്യങ്ങളിലുള്ളതായ കടുംപിടുത്തങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് ഹൃദയം ചീഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയുള്ള ലാസറിൻ്റെ കല്ലറ തുറന്നു കൊടുത്തപ്പോൾ യേശു വന്ന് ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചു. മരിച്ച ലാസർ പുറത്തു വന്നു, ദുർഗന്ധം വമിച്ചു തുടങ്ങിയ ലാസർ പുറത്തു വന്നു. അതുപോലെ ഇന്ന് ഈ സമയത്ത് ഇവിടെ പള്ളിയകത്തിരിക്കുന്ന ചിലര് നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കൂ. ലാസറേ പുറത്തു വരിക എന്ന് യേശു വിളിക്കുന്നുണ്ട്. നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദുർഗന്ധം മാറ്റാനാണ് വിളിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതെൻ്റെ കാര്യമാണല്ലോ കർത്താവേ. അകത്ത് തിന്മയുണ്ട്, അകത്ത് ദുഷിച്ച വിചാരങ്ങളുണ്ട്, അകത്ത് മലിന മോഹങ്ങളുണ്ട്, അകത്ത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ ലജ്ജാകരമായ ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, ചിലരോട് നല്ല പകയുണ്ട്, ചില കാര്യങ്ങളിൽ ചില കടുംപിടുത്തങ്ങളുണ്ട്, ചില ദുശാഠ്യങ്ങളുണ്ട്, ചീത്ത ചിന്തകളുണ്ട്, വളരെ ഹീനമായ മനോരാജ്യങ്ങളുണ്ട്. എല്ലാം ഉണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, അകം ചീഞ്ഞിരിക്കുന്നു, പുറമേ ഒന്നുമില്ല. പുറമേ പ്രാർത്ഥനയും നമസ്കാരവും പള്ളിയും എല്ലാ ആരാധനകളും അനുഷ്ഠാനങ്ങളും മലയാളത്തിൽ സുറിയാനിയിലുള്ള ഗീതങ്ങളും എല്ലാമായിട്ട് അങ്ങനെ ഞാൻ മാന്യനായി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അന്ന് അവിടെ ഇരുന്നു കൊണ്ട് 17-ാമത്തെ വയസ്സിൽ ഈ ജീവിതം യേശു ഏറ്റുവാങ്ങിയത് ഞാൻ അറിഞ്ഞു. യേശു അകത്തേക്ക് കയറി വന്നത് ഞാൻ അറിഞ്ഞു. യേശു ഈ അഴുക്ക് പിടിച്ച ജീവിതത്തിലേക്ക് വന്ന് ഈ അകം കഴുകാനായി തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. ഇന്നും അവൻ കഴുകിക്കൊണ്ടേയിരിക്കുന്നു, ഇന്നും അവൻ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇന്നും അവൻ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും ഞാൻ ഒന്നും ആയില്ല എന്ന് അവൻ മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും മാറാനുണ്ട് എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് അന്ന് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത് ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവേ, ഞാൻ ഓടി തികച്ചില്ല, ഞാൻ ഓട്ടക്കളത്തിലാകാൻ നീ എനിക്ക് ഭാഗ്യം തന്നു. ഇനിയും ഓട്ടം ഓടി തീർക്കാനുണ്ട്, ഒട്ടേറെ ഓടാനുണ്ട്. ഇതുവരെ ഓടിയതിനേക്കാൾ എത്രയോ
എത്രയോ കൂടുതൽ ഇനി ഓടാനുണ്ട്. കർത്താവേ, വിശുദ്ധീകരണം തികച്ച്, എൻ്റെ കർത്താവേ, വേല തികച്ച്, എൻ്റെ ദൈവമേ, നിന്നോടുള്ള നന്ദിയുടെ സ്തുതി തികച്ച്, വിശുദ്ധാരാധന തികച്ച് നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ, നിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ, നിൻ്റെ ഗംഭീര ശബ്ദം കേൾക്കുമ്പോൾ പറന്നു വരാൻ എനിക്ക് ഒരുങ്ങണം കർത്താവേ, എന്നെ ഒരുക്കണമേ. ദൈവജനമേ, നിങ്ങൾ എന്ത് പറയുന്നു? ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന ദൈവത്തെ, നിങ്ങളെ കരുതുന്ന ദൈവത്തെ, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ, നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകനെ, നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുവിനെ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സമർപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വിലപ്പെട്ടത് സമർപ്പിക്കുവീൻ, വിലയേറിയത് സമർപ്പിക്കുവീൻ, നിങ്ങൾക്ക് ഏറ്റവും കാതലായത് സമർപ്പിക്കുവീൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായി സമർപ്പിക്കുവീൻ. ഒന്നും ബാക്കി വെച്ചേക്കണ്ട, എല്ലാം കൊടുക്കുവീൻ. കൊടുത്താൽ അവനെല്ലാം വാങ്ങും. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. കൊടുത്താൽ വാങ്ങും. ധൂർത്തപുത്രൻ വന്നപ്പോൾ അവൻ്റെ വസ്ത്രം കീറിപ്പറഞ്ഞതാണ്, മുഷിഞ്ഞതാണ്, കീറി നാറുന്ന വസ്ത്രം. പാവം, ഒരു ഉടുതുണിക്ക് മറുതുണി വേണ്ടേ? എല്ലാം പോയി, എല്ലാം തീർന്നു. അവൻ്റെ അങ്ങോട്ട് പോയപ്പോഴുണ്ടല്ലോ നല്ല സമ്പത്തോടെയാണ് പോയത്. അപ്പൻ്റെ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ സൂട്ട് കേസ് നിറയെ രൂപ, പിന്നെ ഇഷ്ടം പോലെ ഡ്രസ്സ്, എല്ലാം. പക്ഷേ ഇപ്പോഴോ ഒന്നുമില്ല. സൂട്ട് കേസും ഇല്ല, ഡ്രസ്സും ഇല്ല, ചെരുപ്പുമില്ല, മോതിരവുമില്ല. അയ്യോ എൻ്റെ ദൈവമേ, ഈ കൊച്ചൻ എന്ത് പറ്റിപ്പോയി? ദുർനടപ്പുകാരനായി ജീവിച്ചു, തോന്നിയതുപോലെ ജീവിച്ചു. ഈ യൗവനക്കാരൻ പട്ടണ പരിഷ്കാരത്തിൽ മുഴുകി നാടിൻ്റെ എല്ലാ ഹീനതകളിലും ലയിച്ച് അവൻ്റെ ആയുസ് പാഴാക്കി കളഞ്ഞിരിക്കുന്നു. എല്ലാം കളഞ്ഞിരിക്കുന്നു. വിശന്ന് വലഞ്ഞ് ഒട്ടിയ വയറുമായി അങ്ങനെയാണ് അവൻ കഴിയുന്നത്. ആഹാരത്തിന് കൊതിയുണ്ട്, ആഹാരത്തിന് ആർത്തിയുണ്ട്. ആര് കൊടുക്കാൻ? അതുകൊണ്ടാണ് അവൻ എല്ലാം തീർന്നു. സ്വത്തെല്ലാം അപഹരിക്കാൻ കൂട്ടുകൂടിയ, ഒരുമിച്ച് കുടിക്കുകയും ഒരുമിച്ച് മേളിക്കുകയും ചെയ്ത കൂട്ടുകാർ അവരും ഉപേക്ഷിച്ചു. അവസാനം ഒറ്റ കയ്യ് ഇറ്റ് കഞ്ഞി കിട്ടുമോയെന്നറിയാനായിട്ടാണ് ആ വിദേശത്തിലെ പ്രഭുവിൻ്റെ അടുക്കൽ ചെന്നത്. ഇറ്റ് കഞ്ഞി കിട്ടിയാൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒന്ന് വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. യജമാനെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരാമോ? എടാ മോനെ, അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കില്ല. ഇവിടെ അങ്ങനെയാണ്, വെറുതെ ഒന്നും കൊടുക്കില്ല. ജോലി ചെയ്തവർക്ക് വല്ലതും കൊടുക്കാം. അയ്യോ എൻ്റെ യജമാനെ, എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, എന്തും. എടാ മോനെ, ഇപ്പോൾ വേക്കൻസി ആകെ ഉള്ളത്, ഇപ്പോൾ തൽക്കാലം വേക്കൻസി പന്നിയെ നോക്കാനാ. പറ്റുമോ? അയ്യോ ഞാനും ചെയ്തോളാം, എനിക്ക് ഒന്ന് വിശപ്പ് വരാൻ ആ കാര്യം ഞാൻ ഏറ്റു. നീ ഇപ്പോൾ പന്നി മേച്ചിട്ട് വാ. പാവം ഒട്ടിയ വയറുമായി, ഈ എല്ലുന്തിയ നെഞ്ചുമായി, അവനൊരു പേക്കോലമായി പന്നിയുടെ പിറകെ നടന്നു. പന്നിയെ മേച്ചിട്ട് വന്നു. പക്ഷേ അവനായിട്ട് കഞ്ഞി കിട്ടി കേട്ടോ, കഞ്ഞി കിട്ടി. പക്ഷേ ഈ ഭയങ്കരമായി കത്തുന്ന തീക്കനലിലേക്ക് അല്പം വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? പെട്ടെന്ന് എല്ലാം അങ്ങ് ആവിയാകുന്നത് പോലെ എല്ലാം തീർന്നത് മാത്രമല്ല, വിശപ്പ് ഇരട്ടിച്ചു. അതുകൊണ്ടാണ് ആ പാവം ചെറുപ്പക്കാരൻ പന്നി തിന്നുന്ന തവിട് കുറച്ച് വാരിയെടുക്കാമെന്ന് വിചാരിച്ചത്. പന്നി തിന്നുന്ന തവിട് കുറച്ച് വാരാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, പന്നി തിന്നുന്ന തവിടിന് വേണ്ടി കൊതിക്കുന്ന പലരും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. പന്നി തിന്നത്, അതിൻ്റെ പങ്ക് പറ്റാൻ അനേകരെ കുടിച്ച് ബാക്കി വെച്ചത്, എൻ്റെ ദൈവമേ, അനേകരെ അനുഭവിച്ച് ബാക്കി വെച്ചത്, അനേകർ ഈമ്പി കുടിച്ചത്, അതിൻ്റെ പങ്ക് പറ്റാനായി ഇന്ന് മല്ലടിക്കുന്ന ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. ഈ ചെറുപ്പക്കാരൻ പന്നിയുടെ തവിട് വാരാൻ തുടങ്ങിയല്ല, പന്നി തേറ്റ കൊണ്ട് തട്ടി കൈ മുറിഞ്ഞത് മിച്ചം അവന് അതും കിട്ടാതായി. അപ്പോഴാണ് സുബോധം വന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്, ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ വേലക്കാരെക്കുറിച്ച് ഓർക്കുകയാണ്, അപ്പൻ്റെ വയലിനെക്കുറിച്ച് ഓർക്കുകയാണ്, അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ വിശപ്പ് മാറിയെന്ന് മാത്രമല്ല, തിന്ന് ശേഷിപ്പിക്കുന്നു. ഞാനോ ഇവിടെ ഈ വിശന്ന് നശിച്ചു പോകുന്നു. ഇനിയില്ല. ഏതായാലും എനിക്ക് അവിടെ ചെന്ന് അവകാശം പറയാനൊന്നുമില്ല, എല്ലാം കളഞ്ഞതല്ലേ. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരാഗ്രഹം. ഞാൻ ചെന്ന് അപ്പനോട് പറയും. അവൻ പിന്നെ പറഞ്ഞതാ, അറിയാതെ ഉറക്കയായിപ്പോയി. അവൻ ആ പന്നിയുടെ കൂടെ ഇരുന്നുകൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും. ഞാൻ അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിലൊരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ. ഞാനിത് പറയുകയല്ല. അവൻ ഓട്ടം തുടങ്ങി.
വിദേശത്തിലെ പ്രഭുവിനോടും യാത്ര പറഞ്ഞില്ല, വേറെ ഒന്നും ഓർത്തില്ല. ആ കീറിനാറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനൊരു വേക്കോലമായി ഓടുകയാണ്. ഓടുമ്പോഴെല്ലാം ഉറക്കെ പറയുകയാണ്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. അകലെ നിന്ന് ഒരു ശബ്ദം കേൾക്കാം. അപ്പൻ കാതോർത്തു, അതെൻ്റെ മോൻ്റെ സ്വരമല്ലേ, എൻ്റെ മോൻ്റെ ശബ്ദമല്ലേ. അകലെ നിന്ന് കേൾക്കുകയാണ്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത് അപ്പൻ കേട്ടു, അപ്പൻ കണ്ടു. അപ്പൻ ഓടി ഇറങ്ങി ചെന്നു. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അപ്പൻ്റെ കാൽക്കൽ അങ്ങ് വീഴാൻ തുടങ്ങി. കാൽക്കൽ വീഴാൻ സമ്മതിച്ചില്ല. അപ്പൻ അവനെ വാരിയെടുത്ത് അവനെ മാറോട് അണച്ചു. കീറി നാറി മുഷിഞ്ഞ വസ്ത്രം അത് മാറിയിട്ടാകട്ടെ എന്ന് അപ്പൻ വെച്ചില്ല. ആയിരിക്കുന്ന പ്രകാരം, അവൻ വന്ന പ്രകാരം അപ്പൻ അവനെ സ്വീകരിച്ചു. അവൻ പറയാൻ തുടങ്ങി, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് യോഗ്യനല്ല. അപ്പൻ ഇത് കേട്ടുകൊണ്ടല്ലേ വന്നത്. അപ്പൻ അറിയാം ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന്. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറയാൻ പോവുകയാണെന്ന് അപ്പന് മനസ്സിലായി. അത് കേൾക്കാൻ ഈ അപ്പന് കേൾപ്പില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് കേൾക്കാൻ അപ്പന് കഴിവില്ല. അപ്പൻ പെട്ടെന്ന് അവനെ ഉമ്മ വെച്ച് അവൻ്റെ വായ അടച്ചു പിടിച്ചു. ആ വാക്ക് പറയിപ്പിച്ചില്ല. അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരൊരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറയാൻ തുടങ്ങിയവൻ്റെ ഒടുവിലത്തെ വാക്യം പറയിപ്പിച്ചില്ല. അപ്പൻ വേഗം ആ വേലക്കാരെ വിളിച്ച് പറഞ്ഞു, ഇവനെ വേഗം മേൽത്തരമായെങ്കിൽ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരം പിടിപ്പിപ്പീൻ, ഇവൻ്റെ കാലിൽ ചെരിപ്പിടിപ്പിപ്പീൻ, വേഗം തടിപ്പിച്ച കാളക്കുട്ടി ഇറക്കുവീൻ, നമുക്ക് വിരുന്നാഘോഷിക്കാം. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സമർപ്പിച്ചാൽ ആനന്ദം തുടങ്ങും. അപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ആനന്ദം തുടങ്ങും. നിങ്ങൾക്ക് ആനന്ദം വേണമോ? നിങ്ങൾക്ക് സമാധാനം വേണമോ? നിങ്ങൾക്ക് ശാന്തി വേണമോ? നിങ്ങൾക്ക് നിർമ്മല സന്തോഷം വേണമോ? സ്വർഗീയ സൗഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ നിങ്ങൾ സമർപ്പിക്കുവീൻ. അപ്പനൊന്നും ചോദിക്കുകയില്ല, കഴിഞ്ഞ കാലങ്ങൾ ചോദിക്കുകയില്ല, നീ എങ്ങനെ ജീവിച്ചവനാണ് മോനെ എന്ന് ചോദിക്കുകയില്ല. എല്ലാം ക്ഷമിച്ച് എല്ലാം പുറത്ത് അപ്പൻ കരുണയോടെ സ്വീകരിക്കും. ആനന്ദം തുടങ്ങും പ്രിയരെ, സന്തോഷം ആരംഭിക്കും പ്രിയരെ, സമാധാനം ആരംഭിക്കും. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആരംഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, മഹാസന്തോഷം പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. എല്ലാം വിട്ട്, സകല കൂട്ടുകെട്ട് വിട്ട്, പഴയ പാപങ്ങൾ വിട്ട്, പഴയ എല്ലാ തിന്മകളും വിട്ട് ഓടി വരുവീൻ. അപ്പൻ്റെ മുമ്പിൽ വീഴുവീൻ. അപ്പനോട് പറയുവീൻ, അപ്പാ നീ എന്നെ കൈക്കൊള്ളണമേ, സ്വർഗത്തിലെ നിത്യപിതാവേ എന്നെ നീ സ്വീകരിക്കണമേ, രാജാധിരാജ എന്നെ നീ സ്വീകരിക്കണമേ, എനിക്ക് വേണ്ടി തടിപ്പിച്ച കാളക്കിടാവിനെ അറുത്ത രക്ഷക എന്നെ നീ അനുഗ്രഹിക്കണമേ, എനിക്ക് വേണ്ടി ഊനമില്ലാത്ത കുഞ്ഞാടിനെ യാഗമായി അർപ്പിച്ച നിത്യപിതാവേ എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ. സമർപ്പിക്കുമോ നിങ്ങൾ? ക്രിസ്തുവിനോട് പറയുമോ നിങ്ങൾ? നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. പാപമില്ലാത്ത ജീവിതം ഇപ്പോൾ ആരംഭിക്കുവീൻ. ആദ്യത്തെ ചുവടുവെപ്പ്, പാപമില്ലാത്ത ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ചുവടുവെപ്പ് ഇവിടെ ആരംഭിക്കുവീൻ. ദൈവത്തോട് വാക്ക് പറഞ്ഞുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുവീൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട നിൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ അരികിലേക്കുള്ള മടങ്ങി വരുവാനുള്ളതായ ആഹ്വാനം എൻ്റെ കർത്താവേ നിൻ്റെ മക്കൾ സ്വീകരിപ്പാനും അങ്ങനെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി എഴുന്നേൽപ്പാനിടയാകണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, സമാധാനത്തിൽ കാക്കണമേ, ആനന്ദം തുടങ്ങുമാറാകണമേ. എൻ്റെ കർത്താവേ, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കണമേ, എല്ലാ ബാധകളെയും ദൂരീകരിക്കണമേ, എല്ലാ ശാപങ്ങളെയും മാറ്റണമേ, കുടുംബ സമാധാനം നൽകണമേ, കുടുംബങ്ങളിലേക്ക് ആശ്വാസം ഒഴുകിയെത്തണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.